വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഓവർസിയർ ഗ്രേഡ് 2 ബാർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 252 ബാർ 2014 ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ്. 80 to 100 വരെയുള്ള ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയോട് കൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ അതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടി ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻ 81 ആണ്. എ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്പ് ഇസ് കോൾഡ്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്റ്റെയർ കേസ്, ബി ലാൻഡിംഗ്, സി ഫ്ലൈറ്റ്, ഡി സ്റ്റെയർ വേ. ഓപ്ഷൻ സി ഫ്ലൈറ്റ് ആണ് ആൻസർ. ഇപ്പോൾ സീരീസ് ഓഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഫ്ലൈറ്റ് ആണ് ആൻസർ. കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സീരീസ് ഓഫ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്ഷൻ സി ഫ്ലൈറ്റ്. സ്റ്റെയറിൽ വരുന്ന ടോപ്പിക്കാണ്. സ്റ്റെയറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. അപ്പോൾ ഓപ്ഷൻ സി ഫ്ലൈറ്റ് ആണ് ആൻസർ. തെറ്റിക്കരുത് കേട്ടോ. ഇനി സ്റ്റെയർ കേസ് എന്താണ്, ലാൻഡിങ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഓപ്ഷൻ സി. ഇനി 82nd ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ലെവലിംഗ് സ്റ്റാഫ്സ്. ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ലെവലിംഗ് സ്റ്റാഫ് നമുക്കറിയാം, ലീസ്റ്റ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മെഷർമെൻ്റ് എടുത്തും അല്ലാതെ കാൽക്കുലേഷൻ പ്രോബ്ലംസും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ സി 0.005 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം റീഡിങ്സ് എടുക്കുമ്പോഴും നമ്മൾ ഡെസിമൽ കഴിഞ്ഞ് 3 പോയിൻറ്റ്സ് എന്തായാലും എഴുതണം. ഇപ്പോൾ 2.3 എന്നുള്ളെങ്കിൽ 2.230 എന്ന് എഴുതാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.005 മീറ്റർ ആണ്. ഓപ്ഷൻ സി. ദെൻ 83rd ക്വസ്റ്റ്യൻ. മെത്തേഡ് യൂസ് ഫോർ ചെയിനിങ് ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിന് ചെയിനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്, ബി ഹൈപ്പോട്ടന്യൂസൽ അലവൻസ് മെത്തേഡ്, ഓപ്ഷൻ സി സ്റ്റെപ്പിംഗ് മെത്തേഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി സ്റ്റെപ്പിംഗ് മെത്തേഡാണ് കറക്റ്റ് ആൻസർ. ഹൈപ്പോട്ടന്യൂസൽ അലവൻസ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സ്റ്റെയിനിങ് ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഹൈപ്പോട്ടന്യൂസൽ അലവൻസ്. ഡയറക്റ്റ് മെത്തേഡാണ് സ്റ്റെപ്പിംഗ് മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് മെത്തേഡായ സ്റ്റെപ്പിംഗ് മെത്തേഡാണ് ആൻസർ. ഓപ്ഷൻ സി എന്താണ്? സ്റ്റെപ്പിംഗ് മെത്തേഡ്. ഇനി റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് നിങ്ങൾക്കറിയാം. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എന്താണ്? അത് നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും ഉണ്ട്, റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ഉണ്ട്. അതിലൊരു മെത്തേഡ് ലെവലിങ്ങിൽ വരുന്നതാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസൽ അലവൻസ് ചെയിനിങ് ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് ഓപ്ഷൻ സി സ്റ്റെപ്പിംഗ് മെത്തേഡാണ് ആൻസർ. ഓക്കെ, ഇനി കമ്മിങ് ടു 84th ക്വസ്റ്റ്യൻ. ദ ഇന്നർ മോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ലിക്വിഡ്. അതായത് ഒരു ലിക്വിഡിലുള്ള ഇന്നർ മോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ദ സെയിം ലിക്വിഡ്. ഒരേ ലിക്വിഡിലുള്ള അതിനകത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്നർ മോളിക്കുലാർ അട്രാക്ഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി കൊഹഷൻ ആണ് ആൻസർ. അപ്പോൾ കൊഹഷനും അഡ്ഹഷനും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലിക്വിഡിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്നർ മോളിക്കുലാർ അട്രാക്ഷനെയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അഡ്ഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ആവട്ടെ, ഇപ്പം ലിക്വിഡും അതിൻ്റെ സർഫസ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണ്ടെയ്നർ ആയിരിക്കും, അങ്ങനെയുള്ള വേറെ ഒരു പുറത്തുള്ള ഒരു പാർട്ടിക്കിളുമായിട്ടുള്ള ഇൻട്രാ മോളിക്കുലർ അട്രാക്ഷനാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊഹഷൻ ഇപ്പോൾ വാട്ടർ തമ്മിലുള്ളതാണ് കൊഹഷൻ, വാട്ടറും ഏതെങ്കിലും സർഫസും തമ്മിലുള്ളതാണ് അഡ്ഹഷൻ. ഇനി വിസ്കോസിറ്റി എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതായത് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി. സർഫസ് ടെൻഷൻ നിങ്ങൾക്കറിയാം. നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു പാട പോലെ നമ്മൾ കാണും. അതായത് സർഫസിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് വന്നിട്ട് സർഫസ് ഇത്ര ഒരു പാട പോലെ കാണാം. അതിനാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി കൊഹഷൻ ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഇന്നർ മോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ലിക്വിഡ്. ഇന്നർ മോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ലിക്വിഡാണ് കൊഹഷൻ. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് വാട്ടർ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ വാട്ടറും ചിലപ്പോൾ അതിൻ്റെ സർഫസിലുള്ള വേറൊരു സർഫസുമായിട്ടുള്ള അട്രാക്ഷനെയാണ് നമ്മൾ അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 85th ക്വസ്റ്റ്യൻ. ദ ലോവർമോസ്റ്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ ദ ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ സോയിൽ. അതായത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് വിച്ച് ട്രാൻസ്മിറ്റ് ദ എൻറ്റയർ ലോഡ് ടു ദ സോയിൽ. സോയിലിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ ലോവർ മോസ്റ്റ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബേസ്മെൻറ്റ്, ബി പ്ലിന്ത്, സി ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമുക്കറിയാം സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഫൗണ്ടേഷൻ ആണ് സ്ട്രക്ചറിൻ്റെ ലോഡ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. Then 86th question. The specific gravity of kerosene is.
കെറോസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇത് പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ഓപ്ഷൻ ഡി 0.82 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി 0.82 ആണ് കെറോസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ ഇസ് 0.82. 0.75, 78, 65 ഒക്കെ തന്നിട്ടുണ്ട്. 0.82 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി 87th ക്വസ്റ്റ്യൻ. ദ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇൻ ഈച്ച് കോഴ്സ്. അതായത് നമ്മൾ ഇത് ബ്രിക്ക് മേസണറിക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രിക്ക് മേസണറിയിൽ. ഓക്കെ, ബ്രിക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. ബ്രിക്ക് മേസണറിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രക്ചറും കൊടുക്കുന്ന ബോണ്ടിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ഫ്ലെമിഷ് ബോണ്ടാണ്. ഫ്ലെമിഷ് ബോണ്ടാണ് ഒരേ സെയിം കോഴ്സിൽ തന്നെ ഒരു ഹെഡർ പിന്നെ ഒരു സ്ട്രക്ചർ പിന്നെ ഒരു ഹെഡർ സ്ട്രക്ചർ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ബോണ്ടാണെങ്കിൽ എന്താണ്? ഒരു കോഴ്സ് മൊത്തം ഹെഡർ കോഴ്സ് ആയിരിക്കും, അടുത്തത് സ്ട്രക്ചർ കോഴ്സ് ആയിരിക്കും. ഒരു കോഴ്സിൽ മൊത്തം ഹെഡേഴ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇനി ഡയഗണൽ ബോണ്ട് ഞാൻ മുന്നേ പറഞ്ഞതാണ്, നമ്മൾ ബ്രിക്ക് ഒരു ഇൻക്ലിനേഷനിൽ വെക്കുന്നതിനെയാണ് ഡയഗണൽ ബോണ്ട് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞായിരുന്നു സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടും അപ്പിയറൻസ് വൈസ് ഏറ്റവും നല്ലത് ഫ്ലെമിഷ് ബോണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഫ്ലെമിഷ് ബോണ്ടിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്ന? ഒരു ഹെഡറും ഒരു സ്ട്രക്ചറും അങ്ങനെ ഒരേ കോഴ്സിൽ കൊടുക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 88th ക്വസ്റ്റ്യൻ. ഫുൾ ഫോംസ് ഓഫ് ഡി പി സി. ഡി പി സിയുടെ ഫുൾ ഫോം. ഡി പി സി നമുക്ക് ഫെമിലിയർ ആണ്. ഡെപ്ത് പ്ലിന്ത് കോഴ്സ്, ഡീപ്പ് പ്രൊട്ടക്ഷൻ കോഴ്സ്, ഡാം പ്രൂഫ് കോഴ്സ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഓപ്ഷൻ സി ഡാം പ്രൂഫ് കോഴ്സ്. അതായത് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഡാംനെസ് കയറാതിരിക്കാൻ എടുക്കുന്ന കോഴ്സ് ഡാം പ്രൂഫ് കോഴ്സ്. ഓക്കെ, ദെൻ 89th ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 20 മീറ്റർ ചെയിൻ. അപ്പോൾ നമുക്കറിയാം 20 മീറ്റർ ചെയിനും 30 മീറ്റർ ചെയിനുമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടിൻ്റെ ലിങ്ക്സ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഒരു ലിങ്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും? 100 ലിങ്ക്സ് ആണ് ആൻസർ. ഓപ്ഷൻ സി 100 ആണ്. ഓപ്ഷൻ എ 150 തന്നിട്ടുണ്ട്. 150 എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ചെയിൻ്റെ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. 20 മീറ്ററിന് 100 ലിങ്ക്സും 30 മീറ്ററിന് 150. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ 150 ആണ് തന്നിരിക്കുന്നത്. അത് 30 മീറ്റർ ചെയിൻ്റെ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. 20 മീറ്ററിൻ്റെ ആകുമ്പം എത്രയാണ്? 100 ആണ്. ഓപ്ഷൻ സി 100 ആണ്. ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും. 89th ക്വസ്റ്റ്യൻ. ദെൻ കമ്മിങ് ടു 90th ക്വസ്റ്റ്യൻ. ഇഫ് ദ ബെയറിംഗ് ഓഫ് ഒ എ ഇസ് 32 ഡിഗ്രി ആൻഡ് ബെയറിംഗ് ഓഫ് ഒ ബി ഇസ് 112 ഡിഗ്രി ദെൻ ആംഗിൾ എ ഒ ബി. അപ്പോൾ ഇവിടെ ഒ എയുടെ ബെയറിംഗ് തന്നിട്ടുണ്ട്, ഒ ബിയുടെ ബെയറിംഗ് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കണം. ഞാനൊരു ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആംഗിൾ കോമ്പസ് സർവേയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോയുടെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒ എ 32 ഡിഗ്രിയാണ്, ഒ ബി 112 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ഒ ബി ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എ ഒ ബി, അതിൻ്റെ നടുക്കുള്ള ലെറ്റർ എന്താണെന്ന് നോക്കാം. ഓ അല്ലേ. അപ്പോൾ ഇനി ഒ വെച്ചിട്ടാണോ ഈ തന്നിരിക്കുന്ന രണ്ട് ബെയറിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് നോക്കാം. തന്നിരിക്കുന്ന ഒ എയും ഒ ബി അല്ലേ, അതായത് സ്റ്റാർട്ടിങ് രണ്ടിൻ്റെയും എന്താണ്? ഒ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസ് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? വലുതിൽ നിന്ന് വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. ഏത് കേസിലാണ്? നടുക്ക് വരുന്ന ലെറ്റർ എ ഒ ബി, ഒ ആണ് എന്താണ് തന്നിരിക്കുന്ന രണ്ട് ബെയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 112 മൈനസ് 32 80 ഡിഗ്രിയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ 80 ഡിഗ്രി ആണ് ഓപ്ഷനിലെ ആൻസറായിട്ട് വരുന്നത്. 112 മൈനസ് 32. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തെടുത്തത്? ഇൻക്ലൂഡ് ആംഗിളിൻ്റെ നടുക്ക് വരുന്ന ലെറ്റർ ഒ, രണ്ട് തന്നിരിക്കുന്ന ബെയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഒ ആയതുകൊണ്ട് രണ്ടും ഡയറക്റ്റ്ലി മൈനസ് ചെയ്തു 80 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി 91st ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഇസ് കോൾഡ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ, റെഗുലേഷൻ, കനാൽ ഫ്ലോ. അപ്പോൾ നമ്മൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോസസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി റെഗുലേഷൻ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ദെൻ 92nd ക്വസ്റ്റ്യൻ. ദ യൂണിറ്റ് ഓഫ് പവർ ഇൻ എസ് ഐ യൂണിറ്റ്സ്. എസ് ഐ യൂണിറ്റ് അല്ല, ഇൻ എസ് ഐ യൂണിറ്റ്സ് ആയിരിക്കും. ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്കാണ്. അതായത് പവറിൻ്റെ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റിലുള്ള പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ്. ഹോഴ്സ് പവർ, ജൂൾ, വാട്ട്, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി വാട്ടാണ് കറക്റ്റ് ആൻസർ. എസ് ഐ യൂണിറ്റിലുള്ള പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ഓക്കെ, 93rd ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? ആക്സലറേഷൻ. ഓപ്ഷൻ സി ആക്സലറേഷൻ ആണ്. സ്പീഡും ഡെൻസിറ്റിയും വോളിയൂം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആക്സലറേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, ദെൻ കമ്മിങ് ടു 94th ക്വസ്റ്റ്യൻ.
ഫോഴ്സ് ബൈ ഏരിയ ഇസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, എലാസ്റ്റിസിറ്റി, സ്ട്രെയിൻ, സ്ട്രെസ്, വോളിയം. അപ്പോൾ എന്താണ്? സ്ട്രെസ്സാണ് ഫോഴ്സ് ബൈ ഏരിയ. അതായത് റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് എന്ത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി സ്ട്രെസ്സാണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 95th ക്വസ്റ്റ്യൻ 80 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു എത്ര ഫാരൻഹീറ്റ് ആണ്? അപ്പോൾ ഈ കൺവേർഷൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ട്, നമുക്ക് അതിന് എന്ത് വേണം? ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് 180, 170, 176 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് 80 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9 പ്ലസ് 32 ചെയ്താൽ നമുക്ക് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടും. ഒന്നുകൂടെ പറയാം, ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9 പ്ലസ് 32. അപ്പോൾ ഇവിടെ എത്രയാണ്? 80 ആണ് ഡിഗ്രി സെൽഷ്യസ്, ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9 പ്ലസ് 32. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സി 176 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്ത് നോക്കുക, ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9 പ്ലസ് 32 ആണ് സിംപ്ലിഫൈഡ് ഫോർമുല ഫോർ കൺവേർട്ടിംഗ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ടു ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട്. അപ്പോൾ ഈ ഫോർമുല മറക്കാതെ ഓർത്ത് വെക്കുക, ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9 പ്ലസ് 32. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 80 ഡിഗ്രി ആയതുകൊണ്ട് 176, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, 96th ക്വസ്റ്റ്യൻ ദ യൂണിറ്റ് ലെസ് ഫാക്ടർ. യൂണിറ്റ് ഇല്ലാത്തത് ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സ്ട്രെസ്, ബി സ്ട്രെയിൻ, സി ബോത്ത് 1 and 2, ഡി നൺ ഓഫ് ദീസ്. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി തെറ്റാണ്. നമുക്കറിയാം യൂണിറ്റ്ലെസ് ഫാക്ടർ ഏതാണ്? സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറോ ന്യൂട്ടൺ പെർ mm സ്ക്വയറോ ഒക്കെ പറയാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ ആകുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. രണ്ടും ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്, ക്യാൻസൽ ചെയ്തപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ 97th ക്വസ്റ്റ്യൻ ദ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് are to be carried surveyed is known as. Preliminary inspection to be carried out while surveying എന്നൊക്കെ വായിക്കാം. സെൻറ്റൻസിനൊരു ബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഫസ്റ്റ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഏതാണ് ചെയ്യേണ്ടതുള്ള സർവേയിങ്ങിന് മുമ്പേ? ഏരിയ ടു ബി സർവേയിങ് ആയിരിക്കും. ഓഫ് ഏരിയ ടു ബി സർവേ, ആറിന് പകരം ഏരിയ ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ ഓപ്ഷൻ എ ചെയിൻ സർവേ, പ്രിലിമിനറി സർവേ, സി റെക്കഗ്നൈസൻസ് സർവേ, ഡി ലൊക്കേഷൻ സർവേ. അപ്പോൾ നമുക്കറിയാം പ്രിലിമിനറി ആയിട്ട് ഒരു ഏരിയ നമ്മൾ ചെയ്യേണ്ട സർവേ ഏതാണ്? റെക്കഗ്നൈസൻസ് സർവേ ആണ്. ഓപ്ഷൻ സി റെക്കഗ്നൈസൻസ് സർവേ. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി റെക്കഗ്നൈസൻസ് സർവേ. ദെൻ 98th ക്വസ്റ്റ്യൻ പ്ലാനിമീറ്റർ ഇസ് യൂസ് ഫോർ മെഷറിങ്. പ്ലാനിമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഇത് മൈനർ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, സർവേയിങ്ങിലെ ടോപ്പിക്കാണ്. ലെങ്ത്ത്, വോളിയം, ഏരിയ, ബ്രെഡ്ത്ത്. എന്തിനാണ് പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത്? അല്ലെ പ്ലാനിമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ഏരിയ ആണ് കറക്റ്റ് ആൻസർ. ഏരിയ ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ 99th ക്വസ്റ്റ്യൻ അറ്റ് പോൾസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഡിപ്പസ്. അതായത് പോൾസിലുള്ള മാഗ്നറ്റിക് ഡിപ്പിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി 180 ഡിഗ്രിയാണ്, അത് തെറ്റാണ്. പോൾസിൽ 90 ഡിഗ്രിയാണ്, ഓപ്ഷൻ ബി ആണ്. തെറ്റി പഠിക്കേണ്ട, ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി 90 ഡിഗ്രി. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, പോൾസിൽ 90 ഡിഗ്രിയും ഇക്വേറ്ററിൽ 0 ഡിഗ്രി ആണ് കേട്ടോ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് 0 ഡിഗ്രിയും പോൾസിൽ 90 ഡിഗ്രിയുമാണ് എന്ത്? നമ്മുടെ ഡിപ്പിൻ്റെ വാല്യൂ. ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് നീഡിലും ഹൊറിസോണ്ടലും തമ്മിലുള്ള ഇൻക്ലിനേഷനാണ് ഡിപ്പ് എന്ന് പറയുന്നത്. പോൾസിൽ 90 ഡിഗ്രിയും ഇക്വേറ്ററിൽ 0 ഡിഗ്രിയുമാണ് വാല്യൂ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 99 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then coming to last question, the ingredient which controls the setting time of cement. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അലൂമിന, ബി സിലിക്ക, സി ജിപ്സം, ഡി ലൈം. അപ്പോൾ ഓപ്ഷൻ സി ജിപ്സം ആണ്. ജിപ്സം നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സെറ്റിംഗ് ടൈം ഡിലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ജിപ്സം. ഓക്കെ, അപ്പോൾ ജിപ്സമാണ് നമ്മൾ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഓപ്ഷൻ സി ജിപ്സം. അപ്പോൾ ഇത്രയേ ഉള്ളൂ 100 ക്വസ്റ്റ്യൻ. 20 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
പിന്നെ ഇനി ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി ഇതല്ല, നമ്മുടെ ഓവർസിയർ ലെവലിൽ ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഏത് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് തീർത്ത് തരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവഴി കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.